പശു കഴിഞ്ഞ് ഇപ്പോൾ പശുപാലനാണ് മീഡിയയ്ക്ക് ഹോട്ട് ടോപ്പിക്. ബാർ കോഴ കേസ് കത്തി നിൽക്കുമ്പോൾ ഉയർന്നു വന്ന ഈ പശുപാലൻ കേസ്, അതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് എന്താണെങ്കിലും ഞാൻ കടക്കുന്നില്ല. എല്ലാവർക്കും അറിയാം, എല്ലാ സാധാരണക്കാർക്കും അതിൻ്റെ ഉള്ളുകളികൾ മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു ആദർശത്തിൻ്റെ മറപറ്റി ഓൺലൈൻ ഫ്ലഷ് ട്രേഡിങ്ങിലേക്ക് വരികയും പിന്നെ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരം, എൻ്റെ സ്വാതന്ത്ര്യം എന്നെല്ലാം പറയുന്ന അവരുടെ മെച്യൂരിറ്റി, അവരൊരു മെച്യൂർ പേഴ്സണാണ്, ശരി, ആ മെച്യൂരിറ്റിയെ അംഗീകരിക്കുന്നു. പക്ഷേ അതിനോടൊപ്പം കുടുങ്ങിപ്പോയ ഒരു ബാല്യമുണ്ട്. ഒരു 6 വയസ്സുകാരൻ. 6 വയസ്സുകാരൻ മാത്രമല്ല, ബാക്കി കുറച്ച് മൈനേഴ്സിനെ അവർ പീഡിപ്പിച്ചതായിട്ടാണ്, അവർ ഫ്ലഷ് ട്രേഡിങ്ങിന് യൂസ് ചെയ്തതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ആ കുട്ടിയുടെ കാര്യം, അതായത് പോലീസ് സ്റ്റേഷൻ, കോടതി, ക്യാമറ കണ്ണുകൾ, ജുവനൈൽ ഹോം, ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആ ബാല്യം, അതിനേൽക്കുന്ന മുറിവ്, ഇതിനാരുത്തരം പറയും? അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ സ്വന്തം സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടും സ്വന്തം ഭരണഘടന അനുശാസിക്കുന്ന അവകാശങ്ങൾ ഉണ്ടെന്ന് വാദിക്കുന്ന ഇതേ വ്യക്തി തന്നെ ഈ കൊച്ചുകുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ, അവർക്കുമുണ്ട് ഇതേപോലത്തെയുള്ള സ്വാതന്ത്ര്യവും അവകാശവും, ആ അവകാശം തട്ടിപ്പറിക്കാൻ ഇവർക്ക് ആര് അധികാരം നൽകി? ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ അവർ തന്നെ ബാധ്യസ്ഥരാണ്. കാരണം അവരാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞത്. ഒരു ആദർശത്തിൻ്റെ മുഖം മൂടിയിട്ട്, അത് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ആദർശത്തിൻ്റെ മുഖം മൂടി ഇടുമ്പോൾ കൂടെ ആദർശത്തിൽ ആകൃഷ്ടരായി കൂടെ നിൽക്കുന്നവരെ പോലും കുഴിയിലിറക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് അവർ കൊണ്ടെത്തിച്ചത്. അവരുടെ എല്ലാവരുടെയും ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇവർ ബാധ്യസ്ഥരാണ്. ഇതേ സ്പേസിൽ തന്നെ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഇങ്ങനെ നീലവലയിൽ കുടുങ്ങിപ്പോകുന്ന ബാല്യങ്ങളെക്കുറിച്ചിട്ട്. ശരിക്കും ഈ ബാല്യം ഇവിടെ എത്തിപ്പെടുന്നത്, ഇത്തരത്തിലുള്ള കുട്ടികൾ ഇവിടെ എത്തിപ്പെടുന്നതിന് മെയിനായിട്ട് 2 കാരണങ്ങളാണ്. ഒന്ന്, ദാരിദ്ര്യം. ഇപ്പോൾ ഈ പറഞ്ഞ കേസിൽ തന്നെ തൊഴിലന്വേഷിച്ച് വന്ന ചില കുട്ടികളാണ് ഇതിനകത്ത് കുടുങ്ങിപ്പോയത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അജ്ഞത. അതായിരുന്നു അന്നത്തെ ടോപ്പിക്കിൻ്റെ ഫോക്കസ് തന്നെ. ഇവരുടെ അജ്ഞത, ഇങ്ങനത്തെയുള്ള കാര്യങ്ങളിൽ, ലൈംഗിക കാര്യങ്ങളിലുള്ള അജ്ഞത മുതലെടുത്ത് പലരും ഇവരെ ചൂഷണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അജ്ഞതയിൽ നിന്ന് ഇവരെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാം, അതല്ലെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസം എന്ന്, എപ്പോൾ, എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു ചോദ്യം അന്നത്തെ ചർച്ചയിലും ഉയർത്തിയതായിരുന്നു. അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്ന് തന്നെയാണ് ഇങ്ങനെയുള്ള ആവർത്തിച്ചുള്ള സംഭവങ്ങൾ കാണിക്കുന്നത്. ഒരു സ്ഥാപിത താല്പര്യത്തോടു കൂടി തന്നെയാണ് ഇവർ ഈ ആദർശത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞത് എന്നുള്ളത് വളരെ കൃത്യമാണ്. പക്ഷേ ഈ ആദർശത്തിന് വേണ്ടി നിലകൊണ്ട വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ശരിക്കും അവരുടെ ആദർശശുദ്ധി അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധി ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ അപ്പോഴും അവർക്ക് ഒരു കാര്യം ആലോചിക്കാമായിരുന്നു. ഇത്രയും വിപ്ലവകരമായ ഒരു മാറ്റം അല്ലെങ്കിൽ ഇത്രയും വിപ്ലവകരമായ ഒരു ആദർശം സമൂഹത്തിന് മുന്നിൽ വയ്ക്കുമ്പോൾ സമൂഹത്തിന് അത് ഉൾക്കൊള്ളാൻ കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത്, അത് അവരുടെ ചുമതലയായിരുന്നു. അത് ചെയ്തില്ല എന്നുള്ളത് അവരുടെ ഭാഗത്തുനിന്ന് പറ്റിയ ഒരു പിഴവാണ്. ഇപ്പോൾ ഈ കേസ് ഉയർത്തിവിട്ട കൊടുങ്കാറ്റും കുറച്ച് കഴിയുമ്പോൾ കെട്ടടങ്ങും. എല്ലാ കേസുകളും പോലെ ഒരു പക്ഷേ ഇത് വിസ്മൃതിയിലാണ്ടു പോകാം, അല്ലെങ്കിൽ അത് തേഞ്ഞു മാഞ്ഞു പോകാം. പക്ഷേ ഈ ന്യൂജൻ ആദർശങ്ങളും പോൺ സൈറ്റ്സും മിക്സ് ചെയ്തിട്ട് വിശുദ്ധ പശുക്കൾ ഉയർത്തിയ കുറേ ചോദ്യങ്ങളുണ്ട്. കുറേ അപകടകരമായ പ്രശ്നങ്ങൾ ഈ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ്. രക്ഷിതാക്കൾ അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ തികച്ചും മുൻകരുതലെടുക്കുകയാണ് വേണ്ടത്. കാരണം പുതിയ തലമുറ അവർക്ക് ഒരു മാർഗനിർദ്ദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഡിറക്ഷൻ, അവർക്ക് ആ ഒരു ദിശാബോധം ചിലപ്പോഴെങ്കിലും ആദർശങ്ങളുടെ മറപറ്റി നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അവരെ ശരിയായ ദിശയിലേക്ക് നയിക്കാനുള്ള കർത്തവ്യം രക്ഷിതാക്കൾക്ക് തന്നെയാണ്. അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ.